ഹലോ ഗൈസ്. അപ്പോൾ ഒരു മേഘാലയ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ സെൻട്രലിലുള്ള പുത്തൻപള്ളി അവിടെയാണ്. അപ്പോൾ ഇന്ന് രാത്രി വിവേക് എക്സ്പ്രസ്സിലാണ് പോകുന്നത് 1:30. അപ്പോൾ മേഘാലയ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടുന്ന് നടന്നു. ഒരു 12 മണിയോടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ഒരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. ട്രെയിൻ ഇന്നത്തെ പോലെ 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മളിവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സമയം 1:15. വിവേക് എക്സ്പ്രസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ പല പല ട്രെയിനുകൾ നമ്മൾ കടന്നുപോയി. ഇതേ അവസാനം നമ്മുടെ വിവേക് എക്സ്പ്രസ് എത്തിയിരിക്കുന്നു. 2:15 ഇതെത്താനായിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ കയറി കടന്നു. നേരം വെളുത്തപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ് മാറി. ഇത് തമിഴ്നാട് കോയമ്പത്തൂർ ഭാഗമാണ്. ഇനി അങ്ങോട്ടുള്ള 3 ദിവസം ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി കൂടുതലും. 3 ദിവസം ഈ കാണുന്ന ബെർത്തിലാണ് മാറി മാറി കിടക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, ഇരിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ മുതൽ ആ ഒരു ഹൈദരാബാദിൻ്റെ വിജയവാഡ വഴി പോവും. ഇപ്പം നമ്മൾ തമിഴ്നാട് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടെല്ലാം ഈ ഒരു പച്ചപ്പും ഓരോ ഗ്രാമങ്ങളുടെയും കാഴ്ചകളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ യാത്ര നല്ല രസമാണ്. ഇതൊക്കെയും കണ്ട് യാത്ര ചെയ്യുന്നതൊരു സുഖമാണ്. എന്നാൽ അതൊരു 3 ദിവസം ആകുമ്പോൾ കുറച്ച് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 ദിവസം തന്നെ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആക്ച്വലി റിട്ടേൺ ഞാനൊരു ടീമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ റിട്ടേൺ എല്ലാം ഫ്ലൈറ്റാണ് ചൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവായി തോന്നിയത് കൊണ്ട് നമ്മൾ ട്രെയിനിൽ തന്നെ റിട്ടേൺ ബുക്ക് ചെയ്തു. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തമിഴ്നാടിൻ്റെ ഏരിയയാണ്. ആക്ച്വലി ഞങ്ങളൊരു 17 പേരുണ്ട്. ഞങ്ങളൊരു പാക്കേജ് ചൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടീമിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഐറ്റിനറി എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ആക്ച്വലി ഇതൊരു 5 ഡേ മേഘാലയ ട്രിപ്പാണ്. ഗുവാഹട്ടി ടു ഗുവാഹട്ടി. പലരും പല ബോഗിയിലാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ന് കൂടാറുണ്ട്. അതല്ല പ്രശ്നം. നിങ്ങളെങ്ങനെ റൗണ്ട് ഉദ്ദേശിക്കുന്നേ? ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ലെമൺ റൈസ് ആണ്. അച്ചാറ്, ലെമൺ റൈസ്, പിന്നെ അവിടെ ഒരു കേഡ് റൈസ് കിട്ടി. ആന്ധ്രാപ്രദേശ് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെയെല്ലാം തരിശ് ഭൂമികളാണ്. ദൂരെ ഒരു പള്ളി കാണാം.
ഈ കാണുന്നതെല്ലാം ഒഡീഷയുടെ കൃഷിസ്ഥലങ്ങളാണ്. ഒഡീഷ സ്റ്റേറ്റിലെ കൃഷിസ്ഥലങ്ങൾ. അവിടെ ഓരോ സ്ഥലത്തും ഓരോ കർഷകർ ഇങ്ങനെ ഓരോ ടെൻ്റ് പോലെ താമസിക്കുന്നത് കാണാം. ഇവിടുത്തെ മെയിൻ കൃഷി എന്താണെന്നറിയില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡിവിഷൻസ് ആയിട്ട് ഓരോ രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇതൊന്ന് പച്ചമുളക്, തക്കാളി ആ ഒരു രീതിയിൽപ്പെട്ട കൃഷിയായിരിക്കും കൂടുതൽ. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഏകദേശം കാണാൻ ഒരുപോലെയാണ്. ഇവിടുത്തെ വീടുകളും ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലെല്ലാം ഒരു ഒരു പ്രത്യേകതയാണ്. പക്ഷെ എല്ലാം ഒരുപോലെ കാണാം. ഒരേ ഒരു സ്റ്റൈലിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കാണുന്നത് ഒഡീഷയിലെ നീളം കൂടിയ ഒരു ബ്രിഡ്ജാണ്. ഒഡീഷയിലെ കുറ്റാക് എന്നൊരു സ്ഥലത്ത് മഹാനദി റിവറിന്റെ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഈ പാലം എത്തുന്നത് ജഗത്പൂരിലോട്ടാണ്. ഇതൊരു മഹാനദി വിഹാർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. ആക്ച്വലി ഈ ഒരു ബ്രിഡ്ജ് രണ്ട് സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. സിക്കാർപൂർ, ജഗത്പൂർ എന്നുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഈ ഒരു ബ്രിഡ്ജ് യോജിപ്പിക്കുന്നത്. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ വേറൊരു സ്റ്റേറ്റിലായിരിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രിഡ്ജസ് കാണാം. ഈ ഒരു കുട്ടാക് എന്നുള്ളൊരു സ്ഥലത്തിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകളാണ് ഇതെല്ലാം. ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം എല്ലാവരും എന്തോ ഒരു സാധനം ചവച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. വിമൽ എന്നൊക്കെയുള്ള ഒരു പേരാണ് അതിന് ഇവിടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും ഈ ട്രെയിനിൽ ഓരോരുത്തർ വിൽക്കുന്നതായിട്ട് കാണാം. അത് വാങ്ങാനും അത് ട്രെയിനിലിരുന്ന് തന്നെ കഴിക്കുന്നതും കാണാം.
നമ്മളിപ്പോൾ ഏകദേശം വെസ്റ്റ് ബംഗാളിൽ കൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ മുഴുവനും ഈ ഒരു വയലുകൾ, ഇപ്പോൾ ഏകദേശം കടന്ന എല്ലാ സ്ഥലങ്ങളും വയൽ പ്രദേശങ്ങളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മഴയും കോടയും ആ ഒരു ഫീലാണ് വരുന്നത്. അങ്ങ് ദൂരേന്ന് മഴ പെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ കാണാം. നമ്മൾ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ആ ഒരു മഴയുടെ ഒരു വേപ്പർ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഇത്രയും സമയം ട്രെയിനിലാണെങ്കിലും ഈ ഒരു മഴയത്തുള്ള ട്രെയിൻ യാത്ര അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ട്രെയിനിൽ പല വെറൈറ്റിയുള്ള ഫുഡുകൾ കിട്ടും. ഇതൊരു റൊട്ടി പോലത്തെ എന്തോ ഒരു സാധനമാണ്. അങ്ങനെ ഞങ്ങൾ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ കാമാഖ്യ എനിക്ക് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു ഇത് എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു അമ്പലമുണ്ട്. അതെ, കാമാഖ്യ ടെമ്പിൾ. അവിടെ പോകാനായിട്ട് ഞങ്ങൾ കൂടെ വന്നവർക്ക് കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആ ഐറ്റിനറിയിൽ ആ ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടായിരുന്നില്ല. അത് കാണാൻ മാത്രമൊന്നും ഇല്ല, എങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു അമ്പലത്തിനുണ്ട്. ആക്ച്വലി ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് അവിടേക്ക് പോകുന്നുണ്ട്. ആ ഒരു അമ്പലം വിസിറ്റ് ചെയ്യും. അതിൻ്റെ ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ കാണുന്നതെല്ലാം കാമാഖ്യ ടെമ്പിളിനകത്തോട്ടുള്ള ഒരു എൻട്രിയാണ്. ഒരു എൻട്രിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ആ കാണുന്നത്. ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ആൾക്കാരെ കാണാം. അതായത് കാമാഖ്യ ടെമ്പിളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഡ്രസ്സ്, ആ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിച്ച്. ഇപ്പോൾ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്തിരിക്കുന്നത് കാമാഖ്യ ടെമ്പിളിലോട്ട് വരുന്ന ഒരു എൻട്രിയിലാണ്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാമാഖ്യയിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ കുറേ പേര് അവിടെ സ്റ്റേയും കാര്യങ്ങളും അങ്ങനെ ആകെ കൺജസ്റ്റഡ് ആണ്. ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്നതെല്ലാം ആ ഒരു കാമാഖ്യ ടെമ്പിളിലോട്ടുള്ള ആൾക്കാരുടെ ഒരു സാഗരമാണ്. ശരിക്കും പറഞ്ഞാൽ ജനസാഗരം എന്ന് തന്നെ പറയാം. അങ്ങനെ 3-ാം ദിവസം രാവിലെ 11 മണിയായപ്പോൾ നമ്മൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. 3 ദിവസമായിട്ട് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ഫ്രഷ് ആവാനായിട്ട് ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററിന്റെ യാത്രയുണ്ട് നമ്മുടെ സ്റ്റേ. No,
ഇങ്ങനെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. ഇവിടെ നമ്മൾ പോകുന്നത് ഒരു ട്രാവലറിലാണ്. ഈ ട്രാവലറിലായിരിക്കും നമ്മൾ ഈ വരുന്ന 5 ദിവസവും ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രിപ്പിനെ വൈബാക്കിയത് ഈ മച്ചാനാണ്. ഈ മച്ചാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ട്രിപ്പിൻ്റെ കോർഡിനേറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ കൂടെ ഒന്ന് അങ്ങോട്ട് നടക്കാമെന്ന് കരുതി. കാരണം ഒരു അരമണിക്കൂർ എടുക്കും നമ്മുടെ ഒരു ട്രാവലറിൽ സ്റ്റാർട്ടാവാൻ. അതിനടുത്ത് തന്നെ റിസർവ് ബാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് ചുമ്മാ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അവിടെ ഒരു ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ ലൈൻ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് ഉണ്ട് ട്രെയിനിൻ്റെ രീതിയിലുള്ളത്. ഇതെല്ലാം ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്.